PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 21/12/2024 നടന്ന അസിസ്റ്റൻറ്റ് കന്നഡ നോയിങ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് ഉള്ള PSC നടത്തിയിട്ടുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസറിക്കാണ് വായിക്കാൻ പോണത്. ഇതിൻ്റെ കാറ്റഗറി കോഡ് 579/2023. അപ്പോൾ ഇത് പ്രകാരം നിങ്ങൾ സ്കോറ് കമൻസിലിടുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. നമുക്കപ്പോൾ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്, 1323. രണ്ടാമത്തെ √2 x = 256. അപ്പോൾ അത് എക്സിൻ്റെ വാല്യൂ ഡി ആണ് 16. ഇനി മൂന്നാമത്തെ 8, 15, 24, 35. അടുത്തത് സി 48 പിന്നെ അടുത്തത് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി 46 ആണ്. അഞ്ചാമത്തെ ബി ആണ് 80 ഡിഗ്രി. ആറാമത്തെ ക്വസ്റ്റിൻ്റെ സി 12. ഏഴാമത്തെ ബി ആണ് 6√5, അതായത് √80 + √125 - √5. അത് ബി ആണ് 6√5 വരും. ഇനി എട്ടാമത്തെ 27, 31, 42, 54, 63. അതിൽ ഓഡ് 1 എ ആണ് 31. ഇനി ഒമ്പതാമത്തെ ബി ആണ് 4. പത്താമത്തേന് ഡി 135. 11 സി ആണ്. 12 ബി. 13 ഡി. 14 ബി. 15 ഡി. 16 എ. 17 സി. 18 ഡി. 19 സി. 20 എ ആണ്, അതായത് 1 ബി, 2 ഡി, 3 എ, നാലാമത്തെ ഇതിന് സി ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇനി 21 സി, 22 എ, 23 ബി, 24 ഡി. ഇനി 25 ബി ആണ് ഉത്തരം. 26 ഡി, 27 സി, 28 ഡി, 29 എ, 30 ഡി, 31 ബി, 32 സി, 33 എ, 34 സി, 35 ബി, 36 എ, 37 ഡി, 38 സി, 39 ബി, 40 ഡി. ഇനി 41 തൊട്ട് മലയാളത്തിൻ്റെ ഏതാണ്? എംഫിസീമ എന്ന ശ്വാസകോശ രോഗത്തിൻ്റെ പ്രധാന കാരണം ബി ആണ്, പുകവലി. 42 മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ആവരണമാണ്? എ തലച്ചോറ്. 43 മലമ്പനി പരത്തുന്ന കൊതുക് ഏത്? സി അനോഫിലിസ്. 44 താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കോബാൾട്ട് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നത്? ഡി ആണ്, B12. 45 ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് പോൾസ് അല്ലെങ്കിൽ ധ്രുവപ്രദേശം എ ആണ്. 46 ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ്? അപ്പോൾ തരംഗദൈർഘ്യം, അതായത് വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമ റേസിനും ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ഗാമ രശ്മിക്കുമാണ്. അപ്പോൾ ബി ആണ്. തരംഗദൈർഘ്യവും ഫ്രീക്വൻസി, അതായത് ആവർത്തി, അത് രണ്ടും വിപരീതാനുപാതത്തിലാണ്. 47 നിശ്ചിത അകലത്തിലുള്ള പരസ്പരം ആകർഷിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങായാൽ അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലത്തിൽ എന്ത് മാറ്റമുണ്ടാകുന്നു? അത് സി ആണ്, 2 മടങ്ങ്. കാരണം F = ആകർഷണ ബലം കാണാനുള്ളത് F = G(m1m2/d²) ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പോൾ ഒരു മാസ് ഇരട്ടിയാക്കിയാൽ 2 മടങ്ങാക്കിയ ഫോഴ്സും അല്ലെങ്കിൽ ആകർഷണ ബലവും 2 മടങ്ങ് ഇരട്ടിയാവും. സി ആണ് ഉത്തരം. 48 താഴെ നൽകിയിരിക്കുന്നതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹം, അതിവിടെ തന്നിരിക്കുന്നതിൽ ബി കോപ്പറാണ്. 49 ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 ആകുന്നു. ഈ മൂലകത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ കൃത്യമായ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇതിന് മൊത്തം 6, 2, 8, 2, 10 ഇലക്ട്രോണാണ്. അപ്പോൾ 2ാം പീരീഡ് 18ാം ഗ്രൂപ്പ്. ഇനി 50 ഒരാറ്റത്തിൻ്റെ എം ഷെല്ലിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? K2 L 8 പിന്നെ M 18 ഡി ആണ്. 51 സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ. അപ്പോൾ സി ആണ് ഉത്തരം. 52 താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ബി ആണ്, മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം എന്നുള്ളത്. 53 താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത്? എ ആണ്, അദ്വൈത ചിന്താ പദ്ധതി. 54 താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന?
അത് രണ്ടാമത്തെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ, പിന്നെ മൂന്നാമത്തെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി, നാലാമത്തെ എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 55. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ഡി ആണ് ഡോക്ടർ പൽപ്പു. 56. തുവയൽ പന്തിക്കൂട്ടായ്മ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ്. എ വൈകുണ്ഠസ്വാമികൾ. 57. താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? വാകത്താനം ലഹള, മംഗലം ലഹള, പിന്നെ നാലാമത്തെ മുണ്ടക്കയം ലഹള. അപ്പോൾ ബി ആണ്. 58. വൈക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു, അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി, ഇസ്ലാമിക സന്ദേശം എന്ന കൃതി രചിച്ചു. അപ്പോൾ എ ആണ്. 59. താഴെ പറയുന്നവയിൽ യാചനയാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. ഡി ആണ് വി ടി ഭട്ടതിരിപ്പാട്. ഇനി 60. ചേരുംപടി ചേർക്കുക എന്നുള്ളതിന് കുമാരഗുരു പ്രത്യക്ഷ രക്ഷാദൈവ സഭ, പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ, പിന്നെ വി ഡി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പിന്നെ തൈക്കാട് അയ്യാസ്വാമി ശൈവ പ്രകാശ സഭ. അപ്പോൾ ഡി ആണ് അതിൻ്റെ ആൻസർ. ഇനി 61. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ തന്നിട്ടുള്ളതിൽ അനുരഞ്ജനം ബി ആണ്. 62. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക. ബി. മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. ബി ആണ് ഉത്തരം. 63. വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? സി ആണ് പൂജക ബഹുവചനം. 64. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. നിത്യഭ്യാസി ആനയെ എടുക്കുമെന്നുള്ളതാണ്. ഡി ആണ്. 65. തെറ്റായ പദം കണ്ടെത്തുക. അത് എ ആണ്, അനുഷ്ഠാനം എന്നുള്ളതാണ്. 66. വാഗ് പ്ലസ് ധോരണി ചേർത്ത് എഴുതുമ്പോൾ വാഗ്ധോരണി. ബി ആണ്. 67. കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെ തന്നതിന് സ്നുഷ. ഡി ആണ്. 68. ലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. എ ലൗകികം. 69. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന പദത്തിൻ്റെ വിപരീതം. സി സംയോഗം. പിരിച്ചെഴുതുക. വെഞ്ചാമരം. ബി ആണ് വെൺ പ്ലസ് ചാമരം. ഇനി 71. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുഷ്പം എന്ന പദത്തിൻ്റെ സമാന പദം. ഡി സൂനം. 72. ചുവടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക. വലിയ വ്യത്യാസം. എ ആണ് അജഗജാന്തരം. 73. മഹാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ഡി മഹതി. 74. എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ. എ ആണ് ഐ ആം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. 75. വിഗ്രഹിച്ചെഴുതുക. സ്നേഹസമ്മാനം. എ സ്നേഹത്താലുള്ള സമ്മാനം. 76. വാക്യം ചേർത്ത് എഴുതുക. ശക്തിക്കനുസരിച്ച്. അപ്പോൾ എ ആണ് യഥാശക്തി. 77. കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സി ആണ് കൃഷിയുമായിട്ട്. 78. ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഡി ആണ് വ്യോമം. 79. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് സ്ഥായിഭാവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം. ബി ആണ് സ്ഥിരമായ ഭാവം. 80. കുയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് കണ്ടെത്തുക. സി വാജി. 81. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് വിൽ ഇൻ ദി സെൻറ്റൻസ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. അപ്പോൾ ബി ആണ് നൗണായിട്ട്. 82. ദ സ്റ്റുഡൻസ് ഓഫ് ദിസ് ക്ലാസ് വർക്ക് ഹാർഡ്. ബി ആണ് വർക്ക് ഹാർഡ്. 83. ലെറ്റസ് സ്റ്റാർട്ട് അവർ പ്രോഗ്രാം നൗ ഇറ്റ് സെൽഫ്. അപ്പോൾ അതിന് ലെറ്റസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാണ്. അപ്പോൾ ഷാൽ ബി എ ആണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. 84. ഷീ ഹാസ് ബീൻ ട്രൈയിങ് ടു വിൻ ഹെർ മാനേജേഴ്സ് ഫേവർ സിൻസ് ഷീ ജോയിൻ ദ കമ്പനി. ബി ആണ് ഉത്തരം. 85. ഇഫ് ഇറ്റ് ഡാഷ് വി മേ ഹാവ് ടു കോൾ ഓഫ് ദ മാച്ച്. അപ്പോൾ ഇവിടെ തന്നേക്കണേൽ പ്രൊവിഷൻ ആൻസർ കീ പ്രകാരം ഡി ആണ് നൺ ഓഫ് ദീസ്. ഇനി 86. ഡാഷ് മാൻസ് ദ നോബിളസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ആൻ ഓണസ്റ്റ്. സി ആണ്. 87. അവർ ന്യൂ ഓഫീസ് ഈസ് കേപ്പബിൾ ഓഫ്. സി ആണ്. ഹാൻഡ്ലിംഗ് 100 കസ്റ്റമേഴ്സ് പെർ അവർ. 88. ഹി സ്കോർഡ് ഗുഡ് മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ഓൾദോ ഹി ഡിഡ് നോട്ട് സ്റ്റഡി വെൽ. അപ്പോൾ സി ഓൾദോ ആണ് വരിക. 89. ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ബിക്കോസ് മൈ മദർ ഈസ് നോട്ട് വെൽ. ചൂസ് ദ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദിസ് സെൻറ്റൻസ് ആസ് ആൻസർ. എ ആണ് വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ. 90. ഹാഡ് ഹി ബീൻ എഡ്യൂക്കേറ്റഡ് പ്രോപ്പർലി ഹിസ് ലൈഫ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. കമൻറ്റ് ഓൺ ദ സെൻറ്റൻസ്. അത് ഡി ആണ് ദ എൻറ്റയർ സെൻറ്റൻസ് ഈസ് റൈറ്റ്. 91. ചൂസ് ദ പ്ലൂരൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ് ഫ്രം ദ ഫോളോയിങ്. സി ആണ് ഇൻഡെക്സ് എന്നുള്ളതിൻ്റെ പ്ലൂരൽ ബഹുവചനം ഇൻഡിസസ്.
92 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ് ഡ്രോൺ? ബി ആണ്, ബി. 93 പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ട്യൂഷൻ, TUITION, ബി ആണ്. 94 വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം യൂസ്ഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്? റെജിമെൻറ്റ് എന്ന് പറയുക, ഡി ആണ്, സോൾജിയേഴ്സിൻ്റെ ഗ്രൂപ്പിന്, കൂട്ടത്തിന്. 95 ചൂസ് എ സിനോണിം ഫോർ ദ വേർഡ് ബ്ലാസ്ഫെമസ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. ബ്ലാസ്ഫെമസ്, സി ആണ്, പ്രൊഫൈൻ. 96 പിക്ക് ഔട്ട് ദ ഫ്രേസൽ വേർബ് വിത്ത് ദ മീനിങ് ഡിസ്ട്രിബ്യൂട്ട്. സി ആണ്, ഗിവ് എവേ. ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക, ഗിവ് എവേ എന്ന് പറയുക, സി. 97 ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് ടു റിവീൽ എ സീക്രറ്റ് എന്നുള്ളതാണ്, ഒരു രഹസ്യം വെളിപ്പെടുത്തുക. 98 ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. ഹിസ് മദർ ഡിഡ് നോട്ട് അറ്റൻഡ് എനി സ്കൂൾ. ഷീ ഈസ്, സ്കൂളിൽ പഠിപ്പൊന്നുമില്ലാത്ത, ഇല്ലിട്രേറ്റ് എന്ന് പറയുക, എ ആണ്. 99 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആൻറ്റണിം ഓഫ് ദ വേർഡ് കൺഫസ്? ബി ആണ്, ഡിനൈ. കൺഫസ് എന്നുള്ളതിൻ്റെ വിപരീതം. ഇനി 100ാമത്തെ പിക്ക് ഔട്ട് വൺ വേർഡ് വിച്ച് മീൻസ് ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടീസ് വെൽ. ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടീസ് വെൽ എന്നുള്ളതിൻ്റെ, അതായത് അവനവൻ്റെ ജോലി നടത്താനായിട്ട് കഴിവുള്ളവനാണ്, അത് എഫിഷ്യൻ്റ് എന്ന് പറയുക, എ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന കന്നഡ നോയിങ് പരീക്ഷയുടെ, അതായത് അസിസ്റ്റൻറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ള PSC നടത്തിയിട്ടുള്ള പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കമൻസിലിടുക. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കി ഇനിയിപ്പോൾ പരീക്ഷകൾ വരുന്നുണ്ടല്ലോ, 10th ലെവൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യണവർക്ക് പഠിക്കാൻ ആദ്യത്തെ 40 ചോദ്യങ്ങളൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പഠിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.